ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങൾ ഏപ്രിൽ 19-ന് വിധിയെഴുതും. അതേസമയം BJPയും കോൺഗ്രസും മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വയനാട് ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ BJP പട്ടികയിൽ ഇടം പിടിക്കും. പശ്ചിമ ബംഗാളിൽ CPM കോൺഗ്രസ് സീറ്റ് ധാരണ. കോൺഗ്രസ് 12 ഇടങ്ങളിലും ഇടതു പാർട്ടികൾ 24 സീറ്റുകളിലും മത്സരിക്കും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആർക്കെ, ആദ്യഘട്ടത്തിന്റെ വിജ്ഞാപനം വന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് തുടങ്ങുകയാണ്. കോൺഗ്രസിന്റെയും BJPയുടെയും മൂന്നാം ഘട്ട പട്ടികയാണല്ലോ ഇനി വരാനിരിക്കുന്നത്. അതിലെന്തൊക്കെ പ്രതീക്ഷിക്കാം? നമുക്ക് ഇന്ന് തന്നെ ആ പട്ടിക ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിലെ 4 സീറ്റുകൾ BJP മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നതിൽ പ്രതീക്ഷിക്കാമോ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ? നമുക്ക് ന്യായമായിട്ടും അത് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നിരിക്കുന്നു, ആദ്യഘട്ട വിജ്ഞാപനം വന്നിരിക്കുന്നു. രണ്ടാമത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിദേശ സന്ദർശനത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഈ ലിസ്റ്റ് പുറത്തു വരേണ്ട ഒരു അനിവാര്യതയുണ്ട്, അഥവാ ആ ലിസ്റ്റ് തീരുമാനിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. നമുക്കിപ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ള ചില വിവരങ്ങൾ BJPയുടെ ചർച്ചകളുടെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും, അഥവാ കോൺഗ്രസിന്റെ മറ്റാര് മത്സരിച്ചാലും വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം നടന്നിരുന്നു എന്നുള്ളതാണ്. വരുൺ ഗാന്ധി എന്നാൽ ആ നീക്കത്തോട് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ പാർട്ടി നിർദ്ദേശം അദ്ദേഹം പാലിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് അദ്ദേഹത്തിന് നഷ്ടമാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടമാകാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ BJPയുടെ ദേശീയ നേതാക്കൾ നൽകുന്നത്. എന്നാൽ മനേകാ ഗാന്ധിയുമായിട്ട് ഉത്തർപ്രദേശ് ഘടകത്തിലുണ്ടായിരുന്ന ഭിന്നത അത് അവസാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മനേകാ ഗാന്ധിക്ക് സുൽത്താൻപൂരിൽ നിന്നും വീണ്ടും ജനവിധി തേടാനായിട്ടുള്ള അവസരം നൽകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വരുൺ ഗാന്ധി അടക്കമുള്ളവരെ പരിഗണിച്ചതിന് ശേഷം, നേരത്തെ അദിതി സിംഗിനെ പരിഗണിച്ചിരുന്നു, അതിനുശേഷം ഇപ്പോൾ നൂപുർ ശർമ്മയിലേക്ക് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം BJP കൈമാറും, അഥവാ BJP ടിക്കറ്റ് നൂപുറിനായിരിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വിജയൻ അറിയാവുന്ന പോലെ നൂപുർ ഈ പ്രവാചക നിന്ദാ വിഷയത്തിൽ പാർട്ടി നടപടി നേരിട്ട ആളാണ്. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് അങ്ങനെ ആക്റ്റീവായിട്ടുള്ള BJP മുഖം എന്ന രീതിയിൽ മാറി നിൽക്കുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ തവണ അമേഠിയിൽ ഉണ്ടാക്കിയ സ്മൃതി ഇറാനി ഉണ്ടാക്കിയ ആ നേട്ടം അത് ഇവർക്ക് നൂപുറിന് റായ്ബറേലിയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് BJP അങ്ങനെ കരുതുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് BJPയുടെ മൂന്നാം ഘട്ട പട്ടിക വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. മറുവശത്ത് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 102 മണ്ഡലങ്ങളിലേത് പുറത്തു വന്നിട്ടുണ്ട്. ഈ 102 മണ്ഡലങ്ങളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനായിട്ടുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി ഇതിനുശേഷം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വിജയൻ. യെസ്, 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ഇതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഇന്നത്തെ വിജ്ഞാപനത്തോടെ ഉണ്ടായിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഏതാണ്ട് 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്.